ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല, മറിച്ച് അല്ലാഹു തആലയുടെ പ്രീതിക്ക് മാത്രം നന്മ ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കഥയാണിത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായ കാലം രാജ്യം ഭരിക്കുന്ന വലിയ നേതാവാണെങ്കിലും അദ്ദേഹം വളരെ ലളിതമായാണ് ജീവിച്ചിരുന്നത്. ഇതേ സമയം മദീനയുടെ ഒരറ്റത്ത് പാവപ്പെട്ട അന്ധയായ വൃദ്ധ താമസിച്ചിരുന്നു. അവർക്ക് വയസ്സായത് കാരണം സ്വന്തമായി ജോലി ചെയ്യാനോ ഭക്ഷണം പാകം ചെയ്യാനോ കഴിയില്ലായിരുന്നു. സഹായിക്കാൻ ആരുമില്ലാത്ത ആ ഉമ്മ വിഷമിച്ചു. എന്നാൽ കുറച്ചു ദിവസങ്ങളായി ആ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പുലർച്ചെ സുബഹിക്ക് മുമ്പ് ആരും കാണാതെ ഒരാൾ ആ വീട്ടിൽ വരും. അദ്ദേഹം വീട് മുഴുവൻ തൂത്തുവാരി വൃത്തിയാക്കും. ആ ഉമ്മക്ക് കുടിക്കാനുള്ള വെള്ളം കോരി വെക്കും. കഴിക്കാനുള്ള ആഹാരം തയ്യാറാക്കി അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ നിശബ്ദമായി തിരിച്ചു പോകും. കണ്ണു കാണാത്തത് കാരണം തനിക്ക് നന്മ ചെയ്തത് ആരാണെന്ന വൃദ്ധക്ക് അറിയില്ലായിരുന്നു. ഇതേ സമയം നബി തങ്ങളുടെ മറ്റൊരു പ്രിയപ്പെട്ട സഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം സഹായിക്കാൻ അവിടെ എത്തിയപ്പോൾ വീട് മുഴുവൻ വൃത്തിയായി കിടക്കുന്നു. ആഹാരവും വെള്ളവും എല്ലാം തയ്യാറായിരിക്കുന്നു. തനിക്ക് മുമ്പ് ആരാണ് ഇവിടെ വന്നതെന്നറിയാൻ അദ്ദേഹം അടുത്ത ദിവസം ആകാംക്ഷയോടെ വീടിന്റെ പരിസരത്ത് ഒളിച്ചിരുന്നു. അതാ ഇരുട്ടിലൂടെ ഒരാൾ നടന്നു വരുന്നു. അദ്ദേഹം വീട്ടിൽ കയറി എല്ലാ ജോലികളും ചെയ്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഉമർലാൻ ഓടിച്ചു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അത് മറ്റാരുമായിരുന്നില്ല, മുസ്ലിങ്ങളുടെ വലിയ ഭരണാധികാരിയായ സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. തന്റെ വലിയ പദവിയൊന്നും നോക്കാതെ രാത്രിയുടെ ഇരുട്ടിൽ പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടതും ഉമർലാൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമർലാൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും താങ്കളെ തോൽപ്പിക്കാൻ കഴിയില്ല. കൂട്ടുകാരെ, ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം മറ്റുള്ളവർ നമ്മെ കണ്ട് പുകഴ്ത്താൻ വേണ്ടി ആകരുത്, മറിച്ച് ആരും കാണാനില്ലെങ്കിൽ പാവപ്പെട്ടവരെയും പ്രായമായവരെയും സഹായിക്കണം. അതാണ് യഥാർത്ഥ നന്മ. കൂട്ടുകാരെ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ വലിയ മാതൃകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരും കാണാതെ പ്രായമായവരെയും പാവപ്പെട്ടവരെയും സഹായിക്കണമെന്നാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കൂട്ടുകാരെയും ഇത്തരത്തിൽ സഹായിച്ച് നന്മക്ക് കാവൽക്കാരാകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും